പ്പെട്ട കാര്യം ഈ CPM-ലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. CPM-ൽ നമുക്കറിയാം പെട്ടി വിവാദവും പരസ്യ വിവാദവും ഒക്കെ ഒരുപാട് ചർച്ചയാക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഇതൊക്കെ നമുക്കറിയാം എങ്ങനെ ജനം കണ്ടു എന്നതും അത് ഏത് തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുണകരമായി എന്നുള്ളതും നമുക്കറിയാം. പുതിയൊരു സംവിധാനമാണ്. പാലക്കാട്ടെ BJP-യുടെ MP രാജേഷിനെ പോലെയുള്ള അവിടുത്തെ നേതാക്കളാണ് നിയന്ത്രിച്ചിരുന്നത്. ക്ഷമിക്കണം, CPM നേതാക്കൾ നിയന്ത്രിച്ചിരുന്നത്. അവിടുത്തെ എല്ലാ പ്രചരണ കാര്യങ്ങളും AK ബാലന്റെ സാന്നിധ്യമൊക്കെ ഉണ്ടായിരുന്നു. അതും CPM-ൽ വല്ലാതെ വിലയിരുത്തലിന് കാരണമാകും. ഈ തിരിച്ചടിച്ച വിവാദങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച പ്രചരണ തന്ത്രങ്ങൾ അതൊക്കെ പിഴച്ചത് പാലക്കാട്ട് CPM-ന് ചെറിയ ഡാമേജ് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായും CPM-ന് ഡാമേജ് ഉണ്ട്, വിവാദങ്ങൾ പൊളിഞ്ഞതിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് പെട്ടി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് NN കൃഷ്ണദാസ് തുടങ്ങി വെച്ച ചില നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ, ഇതെല്ലാം വലിയ ചർച്ചയായിരുന്നു. അത് നേതൃത്വത്തിനെതിരെ ഉയർന്നു വരും ഇനിയുള്ള ദിവസങ്ങളിൽ, ചർച്ചകളില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃഷ്ണദാസിനെതിരെയും നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ നീക്കങ്ങളുടെ എല്ലാം മുനയടിക്കുന്നത് ഒരു പരിധിവരെ സരിൻ എന്ന സ്ഥാനാർത്ഥിക്ക് ഏതാണ്ട് 1500-ഓളം വോട്ടുകൾ അധികമായി ലഭിച്ചതാണ്. ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ ഇന്നലെ മുഖ്യമന്ത്രി വരെ തയ്യാറായത് പാലക്കാട്ടെയും ചേലക്കരയിലെയും ഈ ഫലങ്ങളാണ്. ചേലക്കരയിലെ തോൽവി ജയം ഉണ്ട് എന്നുള്ളത് അവർക്ക് വലിയ ആശ്വാസമാണ്. അതും 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ഈ ഘട്ടത്തിൽ. പാലക്കാട് 1500 വോട്ട് കൂടി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ പ്രചരണങ്ങളും വിവാദങ്ങളും നിൽക്കുന്ന സമയത്ത് വോട്ട് കൂടിയതുകൊണ്ട് തന്നെ അവർക്കൊരു വലിയ ആശ്വാസമാണ്. മാത്രമല്ല CPM നേതാക്കളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നത് 36,000 ഒരു ബേസ് വോട്ട്. അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ഇളകി എന്ന് തന്നെ വിലയിരുത്തണം. അതായിരുന്നു നേതാക്കൾ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. എന്തായാലും അതിലേക്ക് എത്തിയില്ല എന്നുള്ള ആശ്വാസം അത് ചെറുതല്ല, അത് വളരെ വലുതാണ്. പ്രത്യേകിച്ചൊരു ത്രികോണ മത്സരം നടത്തുമ്പോൾ, അതിശക്തമായ ഒരു മാസം നീണ്ട വലിയ പോര് നടക്കുമ്പോൾ അത് ഒരു ഗുണമായി. അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ പോലെ NN കൃഷ്ണദാസിനെ പോലെയുള്ളവരുടെ പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ, നീക്കങ്ങൾ, പെട്ടി വിവാദം, അതിൽ MP രാജേഷ് ഉൾപ്പെടെ നടത്തിയ രാഷ്ട്രീയമായ ഇടപെടലുകൾ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇത് പാലക്കാട്ടെ CPM-ലും ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രഞ്ജിത്ത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിസൾട്ട് വന്നതിന് ശേഷമുള്ള വിലയിരുത്തലുകളിലാണ് മുന്നണികൾ.